ഗുഡ് മോർണിംഗ് എവരിയും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മളുടെ പുത്രത്വത്തിൻ്റെ അടയാളം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരുന്നു. ദൈവമാണ് യേശു ക്രിസ്തു, ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആള്. തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് തന്നെ എംപ്റ്റി ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ പുത്രത്വം കാണിക്കുന്നത് പിതാവ് യേശുവിൻ്റെ പുത്രത്വം വെളിപ്പെടുത്തിയത് ഹോളി സ്പിരിറ്റ് ഗോഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മുടെ അടയാളം. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ല നമ്മുടെ ജീവിതത്തെങ്കിൽ, നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ അല്ല എങ്കിൽ നമ്മുടെ പുത്രത്വത്തിന് ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ പാട്ടായിരിക്കത്തില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ സകല മേഖലയും എല്ലാ ഏരിയ ദൈവത്തിൻ്റെ കയ്യിലേക്ക്, ഹോളി സ്പിരിറ്റ് ഗോഡിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. അങ്ങനെയല്ല എങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന് അവിടെ ഇവിടെയും പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ, അവിടെ ഇവിടെയും എന്താ പറയുക, ഒരു ലോഡ്ഷിപ്പ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അത് കാണിക്കുന്ന പുത്രത്വത്തെ അല്ല, അത് നമ്മളുടെ ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റിയല്ല ദൈവം പറയുന്നത്. റൈച്ചസ് ആയിരിക്കണം നമ്മളെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെ? അതിനായിട്ടാണ് തൻ്റെ റൈച്ചസ്നെസ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾക്ക് തന്നത്. അതനുസരിച്ചുള്ള ഒരു ജീവിതം മുമ്പോട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവേ, താങ്ക് യു സോ മച്ച്. കർത്താവെ, ഞങ്ങളുടെ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ ഫിൽത്തി റാഗ്സ് പോലെയായിരുന്നു കർത്താവെ. പക്ഷെ ഇന്ന് അങ്ങയുടെ റൈച്ചസ്നെസ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉള്ളിൽ ജീവിതമുണ്ട്, ജീവനുണ്ട് കർത്താവെ. അത് അങ്ങ് കാരണം. യേശുവെ, അങ്ങയുടെ ജീവനാണ് ഞങ്ങളുടെ പ്രകാശം. ആ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ആക്കി വെച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഒരിക്കൽ മരിച്ചു പോയവരായിരുന്നു ഞങ്ങൾ, ഒരിക്കൽ പാപത്തിൽ മരിച്ചവരായിരുന്നു ഞങ്ങളെ ഇന്ന് വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പിതാവ് അങ്ങേക്കായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു നാഥ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യേശുവിന്റെ നാമത്തിന് ആമേൻ. നമുക്ക് ജോണിലേക്ക് പോകാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 19 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, ആത്മാവാണ്. ഓരോ പ്രാവശ്യം അല്ലെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം കയറുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശപൂർണ്ണമാകുക ചെയ്യുന്നത്, പൂരിതമാകുക ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വചനം വായിക്കുന്നത് വളരെ നല്ലത്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ 1:19 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ. അപ്പൊ നമുക്കറിയാം, യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ലോകത്തിലേക്ക് വന്ന് ദൈവം വിട്ടത് യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി, യേശുക്രിസ്തുവിനെ റിവീൽ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ യോഹന്നാൻ എന്ന മനുഷ്യന് അത് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്കറിയാം, യോഹന്നാനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്താ പറയാ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തിയാ, അല്ലെ? അപ്പൊ യോഹന്നാൻ ആത്മാവിനാൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. അപ്പൊ യോഹന്നാൻ എന്താ പറയാ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ടെസ്റ്റിഫൈ ചെയ്തു, യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്തെന്ന് പറയുമ്പം ശരിക്കും ടെസ്റ്റിഫൈ ചെയ്യുന്നത് ആരാ? ഹോളി സ്പിരിറ്റ് ഗോഡാണ്. നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലെ വെപ്പൺസ് ആണ്, വെസൽസ് ആണ്, മൗത്ത് പീസുകളാണ്, അല്ലെ? ഒരു മൈക്ക് നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ ആ മൈക്കിൽ കൂടിയാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അതിന്റെ സംസാരം, അതില് ആ സൗണ്ട് പുറത്ത് വരാനുള്ള സംസാരിക്കുന്നത് നമ്മളാണ്, അല്ലെ? എന്ന് പറഞ്ഞ പോലെ ഹോളി സ്പിരിറ്റ് ഗോഡാണ് റിവീൽ ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് യോഹന്നാനെ ഉപയോഗിച്ച്, അത് തന്നെയാണ് നമ്മളെ പറ്റിയും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം അതാണ്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ കയ്യിലെ മൗത്ത് പീസുകളായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പൊ യോഹന്നാനെ തേടി കുറെ എന്താ പറയാ, ലേവ്യരും പുരോഹിതന്മാരും വന്നിരിക്കുന്നു. യെരൂശലേമിൽ നിന്ന് ഫാരിസികൾ അയച്ചിരുന്ന ആൾക്കാർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പൊ അതില് ഇവിടെ യോഹന്നാൻ ടെസ്റ്റിഫൈ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 20-ാമത്തെ വാക്കിട്ട്, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചിട്ട് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഏലിയാവ് വരും മെസ്സിയാക്ക് മുമ്പെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മലാഖയ്ക്കകത്ത് ദൈവം എഴുതിയിരിക്കുന്ന പ്രോഫസിയാണ്. അപ്പൊ അതൊക്കെ ഇവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു. മെസ്സിയ
സാക്ഷാൽ മെസ്സിയ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് അറിയാമായിരുന്നു. അറിയാം, പക്ഷെ അവരത് കൈക്കൊള്ളാൻ താല്പര്യപ്പെട്ടില്ല. അറിയാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്നാന് തന്നെ സുവിശേഷത്തിന് തന്നെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നിക്കോഡമസ് യേശുവിനെ കാണാൻ വരുന്ന ഒരു സീനുണ്ടല്ലോ. നിക്കോഡമസ് യേശുവിനെ കാണാൻ വരുന്ന സീനിൽ നിക്കോഡമസ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, റബ്ബായി, അങ്ങ് ദൈവത്തിൽ നിന്നുള്ളതെന്ന് ഞങ്ങൾക്കറിയാം, അല്ലെ? അല്ലെങ്കിൽ ഇതുപോലത്തെ സയൻസും വണ്ടേഴ്സും ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നിക്കോഡമസ് ഒരു ഫാരിസിയായിരുന്നു, ഒരു പരീശനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാര്യം അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പരീശന്മാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ തങ്ങളുടെ സ്ഥാനം പോകും എന്നുള്ള ഒരു ഇതുകൊണ്ട് അവരാരും എന്താ പറയുക, സ്വീകരിക്കാൻ തയ്യാറല്ല. അതുതന്നെയാണല്ലോ മനുഷ്യർക്ക് വേണ്ടതല്ലേ. നമ്മളുടെ ഫെയിമും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തിന്റെ സോഴ്സും അതൊന്നും നിന്നു പോകരുത്, അല്ലെ? ദൈവത്തിന്റെ പേര് ദൈവത്തിൽ വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയിമും പണവും അങ്ങനെയൊക്കെ നിർത്താൻ വേണ്ട. അതുകൊണ്ട് ദൈവത്തെ അങ്ങ് സ്വീകരിക്കാതിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യത്തിനായി, അല്ലെ, കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ കുറെ പ്രതിനിധികളായിരുന്നു അന്നത്തെ പരീക്ഷന്മാരെന്ന് ചുരുക്കം. പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, 22-ാമത്തെ വാക്ക്, അവർ അവനോട്, നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടത്? നീ നിന്നെക്കുറിച്ചു തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിനു അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവൻ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, പ്രവാചകനുമല്ല എന്ന് വരികൾ, നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാതെ ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല എന്ന് പറഞ്ഞു. ഇത് യോർദാനക്കര യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബെഥാന്യയിൽ ആയിരുന്നു. അപ്പോ നമുക്കറിയാം, യോഹന്നാന് ദൈവം വിട്ടതാണ്, അല്ലെ? ദൈവം വിട്ടതാണ് യോഹന്നാന്റെ ജനനവും അങ്ങനെ തന്നെയായിരുന്നു. യേശുവിന്റെ വരവിന്റെ, അല്ലെ, ആ സമയത്തോട് അടുത്തുള്ള ഒരു ജനനമായിരുന്നു യോഹന്നാന്റേതും. അപ്പോ 1-ാമത്തെ ചാപ്റ്റർ ലൂക്കോസിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാ, എന്താ പറയുക, എലിസബത്തും സക്കറിയായും റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ എന്നിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല, അല്ലെ? അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളതാണ്. നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കുറവുകൾ വരുന്നുണ്ടായെങ്കിൽ, എന്തെങ്കിലും ലാക്ക്, അല്ലെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പക്ഷെ അതിന് ഉത്തരം ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെ, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന, ദൈവത്തെ വാഴ്ത്തുന്ന വ്യക്തികളാ അങ്ങനെയുള്ളവരെ പറ്റി ഞാൻ പറയുന്നത്. അങ്ങനെ ഉള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വരുന്നുണ്ടായെങ്കിൽ ഒന്ന് ഓർത്താൽ മാത്രം മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്, അല്ലെ? ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ലോകത്തെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പദ്ധതിയാണ്. ദൈവത്തിന്റെ മഹിമ, ദൈവത്തിന്റെ ഗ്ലോറി എന്റെ ജീവിതത്തിൽ ഇറങ്ങുക തന്നെ ചെയ്യും. അതൊരു വലിയ ടെസ്റ്റിമണി ആയി തീരുക തന്നെ ചെയ്യും. എന്റെ ജീവിതം വലിയൊരു ടെസ്റ്റിമണി ആക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്റെ ദൈവം ഇന്ന് എനിക്ക് ചെയ്യാതിരിക്കുന്നത്, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എനിക്കൊരു വിടുതൽ വരാതിരിക്കുന്നത്. പക്ഷെ വിടുതൽ വരുമ്പോ അതൊരു ഒന്നൊന്നര വിടുതൽ തന്നെയായിരിക്കും. ലോകം അറിയും എന്റെ ദൈവത്തിന്റെ കൃപ, ലോകം അറിയും എന്റെ ദൈവത്തെ, അല്ലെ? അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ജോണിനെ സംബന്ധിച്ചിടത്തോളം, ജോണ് മാതാപിതാക്കളുടെ വയസ്സായ കാലത്ത് ജനിച്ച പുത്രൻ, അല്ലെ? അപ്പൊ ദൈവം കരുതിക്കൂട്ടി ജോണിനെ ലോകത്തിലേക്ക് വിട്ടതാണ് യേശുവിന് മുമ്പുള്ള ശബ്ദമാകുന്നതിന് വേണ്ടി, യേശുവിന് വഴി ഒരുക്കുന്നതിന് വേണ്ടി. അപ്പൊ യേശുവിനുള്ള വഴി ഒരുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ലൂക്കോസിലേക്ക് പോകുമ്പോൾ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെ? അപ്പൊ ഐസയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്, അല്ലെ? എല്ലാ ക്രുക്കഡായിട്ടുള്ള വഴികളെയും നേരെയാക്കുന്നതിന് വേണ്ടി, എല്ലാ എന്താ പറയാ, മൗണ്ടിനെയും ഹില്ലിനെയും താഴെ കൊണ്ടുവരുന്നതിന് വേണ്ടി, എല്ലാ വാലിനെയും പൊക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ല, മനുഷ്യന്റെ ഹൃദയത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എല്ലാ നിരപ്പില്ലാതിരിക്കുന്ന വഴികൾ എല്ലാം നിരപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെ? ഐസയ പ്രവാചകൻ പറഞ്ഞിരിക്കും, കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാൻ ആകുന്നു. അപ്പൊ എന്താണ് നേരെയാക്കുന്നു? മനുഷ്യന്റെ വഴി, കർത്താവിന്റെ വഴി നേരെയാക്കുന്നു പറഞ്ഞാല്, കർത്താവിന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ റോഡിനെയും പറ്റിയൊന്നും അല്ല, മനുഷ്യന്റെ ഹൃദയം, അല്ലെ? മനുഷ്യന്റെ ഹൃദയത്തെ നേരെ ആക്കുന്നതിനു വേണ്ടി, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന്
കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെ, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തങ്ങളുടെ ഉള്ളില് പാപമുണ്ടെന്നും തങ്ങൾക്ക് ഒരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്നും കാണിക്കുന്നതിന് വേണ്ടിയാണ്, മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ഈ ലോകത്തിലേക്ക് വിട്ടത്. അപ്പൊ നമുക്കറിയാം, ദൈവം യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജോണിനെ പോലെ അതുപോലത്തെ ഒരു പ്രവാചകൻ പിന്നെ ഉണ്ടായിട്ടില്ല, അല്ലെ, അതുപോലത്തെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല ജോണിനെ പോലെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിന്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് വിട്ട ആളാണ്, ദൈവം വിട്ട ആളാണ് ജോൺ. ഒരുപാട് പ്രോഫറ്റ്മാർ വന്നു, ഐസയും ജെറമിയയും എസെക്കിയേലും ഡാനിയേലും, അങ്ങനെ ഒരുപാട് മൈനർ പ്രോഫറ്റുകളും മേജർ പ്രോഫറ്റുകളും എല്ലാം വന്നു. മോസസ് ഒരു പ്രോഫറ്റ് ആയിരുന്നു, നമ്മളുടെ ഡേവിഡ്, അല്ലെ, ഒരു പ്രോഫറ്റ് ആയിരുന്നു. അതെല്ലാം കാര്യം തന്നെ. പക്ഷെ അവരെല്ലാം യേശുവിനെ പറ്റി മാത്രം എഴുതുകയാണ് ചെയ്തത്. പക്ഷെ യേശുവിനെ റിവീൽ ചെയ്യുക എന്നുള്ള ആ ഒരു ദൗത്യം ഹോളി സ്പിരിറ്റ് ഗോഡ് കൊടുത്തിരുന്നത് ആർക്കാ? യോഹന്നാനായിരുന്നു. അപ്പൊ യോഹന്നാൻ പറയുക, ഞാൻ ആ വോയിസ് ആണ്, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ എന്താ പറയാ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ പറ്റി ദൈവത്തെ ടെസ്റ്റിഫൈ ചെയ്യുന്ന ആ ശബ്ദം ഞാനാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ ഉള്ളില്, അല്ലെ, വിശ്വാസം ഉണ്ടാക്കുന്നതിനുള്ള, മനുഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള, അല്ലെ, നമ്മളുടെ ഉള്ളിൽ പാപമുണ്ട്, നമ്മൾക്ക് മാനസാന്തരം കൂടിയേ പറ്റത്തുള്ളൂ എന്ന് ദൈവം പറയാൻ ഉപയോഗിച്ച ആ ശബ്ദം അത് ഞാനാകുന്നു എന്ന് യോഹന്നാൻ പറയും. അപ്പൊ നമുക്കറിയാം, ലൂക്കോസിന്റെ 3-ാമത്തെ ചാപ്റ്ററില് യോഹന്നാൻ ബാപ്റ്റിസം കൊടുക്കുന്ന ആൾക്കാർക്ക് ആ ബാപ്റ്റിസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ്, മാനസാന്തരം സ്നാനം എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. ആ ബാപ്റ്റിസം എടുത്തുകൊണ്ട്, യോഹന്നാൻ കൊടുത്ത ബാപ്റ്റിസം എടുത്തുകൊണ്ട് ആരും തന്നെ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം രക്ഷ ഉള്ളത് യേശു ക്രിസ്തുവിലാണ്, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെ. യേശുവിന്റെ രക്ഷകനായിട്ട് ശരിക്കും വാഗുണ്ടോ ഏറ്റുപറയുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് രക്ഷ ഉള്ളത്. പക്ഷേ അതിനു മുമ്പ് ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുണ്ടല്ലോ, അല്ലെ. നമ്മൾക്ക് നമ്മുടെ ഉള്ളില് എന്താ പറയാ, ഞാൻ പാപിയാണ്, എനിക്ക് പാപമുണ്ട് എന്നൊരു, എന്റെ ഉള്ളിൽ പാപമുണ്ട്, ഞാൻ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും പാപത്തിൻ്റെതാണെന്ന് ഉള്ള ഒരു കൺവിക്ഷൻ വരുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് രക്ഷകന്റെ ആവശ്യം, ദൈവമേ എന്നോട് ക്ഷമിക്കണം എന്ന് ചോദിക്കാൻ തോന്നത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് യോഹന്നാൻ ചെയ്തിരുന്നത്, അല്ലെ. യോഹന്നാൻ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു റെപ്രസെന്റേഷൻ ആണ്, അല്ലെ. ദൈവം ചെയ്യുന്നത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. വെറുതെ ദൈവം ഒന്നും ചെയ്യത്തില്ല, അല്ലെ. യോഹന്നാനെ വിട്ടിട്ട് ഇങ്ങനെ ബാപ്റ്റിസം ഒക്കെ കൊടുത്തിട്ട് ദൈവം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് വഴിയാണ് ചെയ്തിരുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡാണ് യോഹന്നാനെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മനുഷ്യന്റെ ജീവിതത്തില്, അല്ലെ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്, അല്ലെ. ഞാൻ മനുഷ്യരുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ ഉള്ളിൽ പാവമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്നുള്ളൊരു ഒരു കരച്ചില് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് വരും. ആ കരച്ചിൽ യേശുക്രിസ്തു ഏറ്റെടുക്കുമ്പോൾ അവര് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. യേശുവെ അങ്ങനെ രക്ഷപ്പെടുത്തണമേ എന്ന് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആ കരച്ചിൽ വരുമ്പോൾ ആ കരച്ചില് നമ്മുടെ സാൽവേഷനിലേക്ക് ഉള്ളൊരു വഴിയായി തീരുക തന്നെ ചെയ്യും, അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം, യോഹന്നാൻ ചെയ്ത പോലെ സ്നാനം പിന്നെ നമുക്ക് അതിന് മുമ്പ് ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഒരു പുതിയ ഒരു ടെക്നോളജി ആയിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് യോഹന്നാനെ വിട്ടത്, അല്ലെ. അപ്പോ എന്താ പറയുക, ആ ഒരു ബാപ്റ്റിസം ആവശ്യമാണ്, അല്ലെ. ബാപ്റ്റിസം ആവശ്യമായിരുന്നു, അല്ലെ. ദൈവം അതോടെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു പുതിയ ഒരു കാര്യമാണ്, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പോയതല്ലാതെ വേറെ ഒരു പുതിയതായിട്ട് ഒരു കാര്യം ഉണ്ടാകുന്നില്ല, അല്ലെ. ദൈവമാണ് സൃഷ്ടാവ്. നമുക്കറിയാം, ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സുകൾ ഓരോ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് GPT, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അല്ലെ. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഓരോ കമ്പനികൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെ. നമ്മൾ പലരും അത് പഠിക്കുന്നു, അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നു, കുഞ്ഞുങ്ങളൊക്കെ ആ ടെക്നോളജി ഒക്കെ പഠിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്ന വ്യക്തി നമ്മുടെ ദൈവം തന്നെയാണ്, യേശുക്രിസ്തു തന്നെയാണ്, അല്ലെ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അല്ലെ, ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും. പിശാചിന് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല, അത് നശിപ്പിക്കാനേ അറിയത്തുള്ളൂ,
അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ പറയാമെന്നു വെച്ചാല് പുതിയതായിട്ടൊരു ടെക്നോളജി ദൈവം എന്താ പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക ബാപ്റ്റിസം. ഇതിനു മുമ്പ് നമ്മൾ ബാപ്റ്റിസത്തെ കാണുന്നില്ല അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് മൊത്തം. അപ്പൊ ഇപ്പൊ ഈ യോഹന്നാൻ എഴുതുന്നതും ജോൺ ദ ബാപ്റ്റിസ്റ്റും ഈവൻ ജീസസ് ക്രൈസ്റ്റും ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ സമയത്തുള്ളതാണ് അല്ലെ. യേശുവിന്റെ മരണത്തിന് ശേഷമാണ് യേശുവിന്റെ രക്തത്തിൽ നിന്നാണ് ന്യൂ കവനന്റ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ ഒരു പുതുതായിട്ട് ഒരു കാര്യം ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, ബാപ്റ്റിസം എന്നുള്ളത് വഴി അല്ലെ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വഴി. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റിന് ഒരു 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 എന്താ പറയുക ഒരു കറേജ് ഉണ്ടായിരുന്നു അല്ലെ. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ നടന്നു പോയിട്ടുള്ളവരുടെ എല്ലാം എന്താ പറയുക ഒരുപാട് ടെസ്റ്റ് മണീസ് ഒക്കെ ഉണ്ട് അല്ലെ. ഒരുപാട് പാസ്റ്റർമാർ, ഒരുപാട് മിഷണറീസും പല സ്ഥലങ്ങളിൽ ചെന്ന് വർക്ക് ചെയ്തതിന്റെയും പല പ്രവാചകന്മാരുടെയും എല്ലാം ടെസ്റ്റ് മണീസ് ഒരുപാടുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് അതെല്ലാം അനുസരിച്ച് നമ്മളങ്ങ് വിശ്വാസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് മുമ്പ് ബാപ്റ്റിസം എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അല്ലെ. ദൈവത്തെ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവം പറഞ്ഞ കാര്യം ഒക്കെ നീ ചെന്ന് മനുഷ്യനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി പൊക്കുമെന്ന് പറയുമ്പോൾ അത് അദ്ദേഹം അതുപോലെ തന്നെ ചെയ്യുകയാണ് അല്ലെ. അതാണ് ഒരു പുതിയ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ടെക്നോളജി വരുമ്പോ ഇതിനൊക്കെ എത്രയോ ഇതിന്റെയൊക്കെ രാജാവാണ് നമ്മുടെ ദൈവം അല്ലെ എന്ന് എനിക്കൊന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇവിടെ 30ാമത്തെ വാക്ക് 29ാമത്തെ വാക്കോട്ട്, പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ അല്ലെ. അപ്പൊ നേരത്തെ പരീശന്മാർ വിട്ട ആളുകളോട് യോഹന്നാൻ പറഞ്ഞിരുന്നു, എന്റെ മുമ്പേ ഒരുത്തൻ വരുന്നു, അവൻ എന്നെക്കാൾ മുമ്പിലുള്ളവന്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ 27ാമത്തെ വാക്ക് നമ്മൾ വായിച്ചതാ, ചെരുപ്പിന്റെ വാറഴിക്കാനൊന്നും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി ഇവിടെ ടെസ്റ്റിഫൈ ചെയ്യുവാണ് യോഹന്നാൻ ചെയ്യുന്നത്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിനെ വെളിപ്പെടുത്തേണ്ടത് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സ്നാനത്തെ പറ്റി നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞുള്ളൂ. സ്നാനം എന്നുള്ള പുതിയ ഒരു കാര്യം ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒന്നാമത് എന്താന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയും പിന്നെ മനുഷ്യരെ തങ്ങളുടെ ഉള്ളിൽ പാപമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി അല്ലെ, യേശുവിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി സ്നാനം ദൈവം ഉപയോഗിച്ചു അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ഞാനോ അവനെ അറിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ പറഞ്ഞു? എലിസബത്തും മേരിയും തമ്മിൽ ബന്ധമുണ്ടല്ലോ, അവര് കസിൻ ആണല്ലോ അല്ലെ. പക്ഷെ എന്നിട്ടും കൂടെ എന്തുകൊണ്ടാണ് ജോൺ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞു, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? അപ്പോ നമുക്ക് അറിയാം അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക സ്പിരിച്വൽ ബീയിങ്സ് ആണ് അല്ലെ. നമ്മൾക്ക് ഒരു ഫ്ലഷ്ലി ജഡത്തിൻ്റെതായിട്ടുള്ള സൈഡും ഉണ്ട്. അപ്പോ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള വെച്ച് നോക്കുമ്പോഴാണ് യേശുക്രിസ്തു യോഹന്നാന്റെ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കസിനായിട്ട് വരുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കസിനായിട്ടുള്ള യേശുവിനെ, നസ്രായക്കാരനെ യേശുവിനെ ജോണിന് അറിയാം അല്ലെ, കുടുംബത്തിൽപ്പെട്ടവനല്ലേ, അപ്പൊ അറിയാതിരിക്കാൻ പറ്റുമോ? അതറിയാം അല്ലെ. പക്ഷെ അറിയാതിരുന്ന ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയാനെ അറിയാതിരുന്നത് അല്ലെ. അപ്പൊ സ്പിരിച്വലി ആരാന്നുള്ള കാര്യം അറിയത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ദൈവം യേശുക്രിസ്തു ദൈവം തന്നെയാണല്ലോ അല്ലെ. യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ഉള്ളില് ഹിഡൻ ആയിരുന്നു. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യന്റെ ഉള്ളില് എന്താ പറയാ ഹിഡൻ ആയിരുന്നു എന്നുള്ള കാര്യം അല്ലെ, ഉള്ളില് മറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ജോണിൽ നിന്നല്ല ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടിരുന്നത്. മെസ്സയ എന്ന് പറയുമ്പോ അനോയിന്റഡ് വൺ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുമ്പോ മനുഷ്യൻ ക്രിസ്തു അല്ല ഒരു കാരണവശാലും
അല്ലെ? എന്താ പറഞ്ഞ, മെസ്സിയ എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റിയല്ല പറയുന്നത്, ദൈവത്തെ പറ്റി തന്നെയാണ്. ഇപ്പൊ ദൈവം മനുഷ്യന്റെ രൂപം എടുത്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? ദൈവത്തിന് എന്താ പറയുക, മനുഷ്യനാണ് പാപം ചെയ്തത്. മനുഷ്യൻ ആ സ്ഥാനത്ത് മരിച്ചേ പറ്റത്തുള്ളൂ, അല്ലെ? എന്റെ പാപത്തിന് ഞാൻ മരിച്ചേ പറ്റത്തുള്ളൂ. അതാണ് ദൈവത്തിന്റെ നിയമം. അപ്പൊ അതിനുവേണ്ടിയാണ്, നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തിൽ വന്നത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യ രൂപത്തിന്റെ ഉള്ളില് ഉണ്ടായിരുന്നത് ദൈവമായിരുന്നു, അല്ലെ? അപ്പൊ ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, മെസ്സയാനെ വെളിപ്പെടുത്തുവാണ് ഇവിടെ ജോണിന് കൊടുത്തിരുന്ന വർക്ക്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ജോൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അറിയത്തില്ല, ഞാനോ അവനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞത്. തന്റെ കസിനായിട്ടുള്ള യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു, അല്ലെ? മനുഷ്യനായിട്ടുള്ള യേശുക്രിസ്തുവിനെ അറിയാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആരാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. സ്പിരിച്വൽ സ്റ്റാറ്റസ് എന്താന്നുള്ള കാര്യം, ആരാണ് സ്പിരിച്വൽ റിലംസില് യേശുക്രിസ്തു എന്നുള്ള കാര്യം അറിയത്തില്ല. ദൈവമാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം ജോണിന് അറിയത്തില്ല. അപ്പൊ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുക, അല്ലെ? ഒരു കാര്യമല്ല, രണ്ട് കാര്യം മനസ്സിലാക്കുക. നമ്മള് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ചർച്ചിലുള്ള ആൾക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്, അല്ലെ കുടുംബത്തിലുള്ള ആൾക്കാർ, മാതാപിതാക്കൾ, സഹോദരങ്ങള്, അവരെ നമ്മള് കാണുന്നത് നമ്മുടെ ജഡത്തിന്റെ കണ്ണുകൊണ്ട് ആകാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ടാമത്തെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തെ 5-ാമത്തെ ചാപ്റ്ററില് ഇങ്ങനെ പോള് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ആരെയും ജഡത്തിന്റെ രീതിയിൽ കാണത്തില്ല, അല്ലെ? സ്പിരിച്വൽ ആയിട്ടേ കാണത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പിരിച്വലി ആരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് യാഥാർത്ഥ്യം, അല്ലെ? നമ്മൾ ഈ ലോകത്തില് കാണുന്നത് അല്ല ആ വ്യക്തി. ഈ ശരീരം പോകുന്ന ഒരു കാലമുണ്ട്. സ്പിരിച്വലി അവർ ആരാണോ, അവരുടെ റാങ്ക് എന്താണോ, അവർ ആരാണോ സ്പിരിച്വലി, അതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തി എന്നുള്ളത്, അല്ലെ? ഒരുപക്ഷെ ഒന്ന് വിചാരിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ ഓടി നടന്ന് അതുങ്ങൾ ഓരോ പണി കാണിക്കുമ്പോൾ നിന്നെ കൊണ്ടൊക്കെ ഞാൻ മടുത്ത് എന്നൊക്കെ പറയുന്ന ആ കുഞ്ഞുങ്ങൾ ചിലപ്പോ സ്പിരിച്വലി നമ്മളെക്കാളൊക്കെ വളരെയധികം റാങ്ക് ഉള്ളതായിരിക്കും. അവരുടെ കോളിങ്, അല്ലെ, അവരുടെ എന്താ പറയാ, ദൈവം അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് വലിയ നിലയിലുള്ളതായിരിക്കും, കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ? നമ്മൾ നിന്നെക്കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളൊന്ന് അറിഞ്ഞും കേട്ടും ചോദിക്കും, അല്ലെ? എന്ന് ചുരുക്കം, നമ്മൾ ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ പോകരുത്. കാരണം നമ്മൾ അങ്ങനെ ചോദിക്കുമ്പം യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, അല്ലെ, എല്ലാ കുഞ്ഞുങ്ങളും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൂടിയാണ് നമ്മൾ പറയുന്നത്, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കാതിരിക്കും, അല്ലെ? നമ്മൾ അധികം സംസാരിക്കാതിരിക്കും. അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്, അല്ലെ? ഇപ്പൊ ഇവിടെ ജോൺ പറയുവാണ്, എനിക്ക് അവൻ ആരെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അത് തന്നെയായിരുന്നു പ്രശ്നം. എന്താ പറയാ, പിശാചിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നവും അത് തന്നെയായിരുന്നു, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തില്, എന്താ പറയാ, ദൈവം മനുഷ്യനായിട്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളില് എന്താ പറയാ, തന്നെ തന്നെ ഒതുക്കിക്കൊണ്ട്, അല്ലെ, തന്നെ തന്നെ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് ലോകത്തിലേക്ക് വരുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പിശാചിന് ഉണ്ടായിരുന്നില്ല, അല്ലെ? അവനൊന്നും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവൻ എന്താ പറയാ, യഹോവയുടെ മുമ്പിൽ നിന്നവനാണ്. യഹോവ തന്നെയാണ് യേശു, അല്ലെ? അപ്പൊ യഹോവ തന്നെയാണ് യഹോശുവ, ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ആ നമുക്കറിയാം, ഐസയ്യാന്റെ 6-ലൊക്കെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പോ എന്താ ഐസയ്യ കാണുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുന്നത്, പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ യേശുക്രിസ്തു പിശാച് മുമ്പിൽ എപ്പോഴും ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ദൈവം മനുഷ്യന്റെ രൂപത്തിലേക്ക് വരുമെന്ന് പിശാചിന് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ്, മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് എന്താ പറയുക, അവൻ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞത്, നീ എന്താ പറയുക, ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കൂ എന്ന് പറഞ്ഞു ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന്റെ പുത്രനാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമല്ലോ, അല്ലെങ്കിൽ വെറുതെ ഒരു മനുഷ്യനാണ് ഇങ്ങനെ അങ്ങനെയൊന്നും കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അവരൊന്നും അറിയണമായിരുന്നു, അവന് അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ. ദൈവത്തിന്റെ ബുദ്ധിയുടെ മുമ്പില്, ദൈവത്തിന്റെ വിജ്ഞാനത്തിന് മുമ്പില് ഈ പിശാചെന്ന് പറഞ്ഞ സാധനത്തിന് നിൽക്കാൻ സാധിക്കത്തില്ല. അവന് ബുദ്ധിയില്ല, അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അല്ലെ? കുറെ കാപട്യമുണ്ട്, കുറെ ദുഷ്ടതയുണ്ടെന്നല്ലാതെ അവന് ദൈവത്തിന്റെ ബുദ്ധിയുടെ ഒരു 5 അയലോക്കത്ത് പോലും വരാൻ സാധിക്കത്തില്ല. കാര്യം ദൈവം സൃഷ്ടിച്ചതാണ് അതിനെ,
അല്ലെ? ദൈവം സൃഷ്ടാവാണ്. പിന്നെ ഇവിടെ ഞാൻ പറയട്ടെ, 31 വാക്കോട്ട് ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടുത്തേണ്ട ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു. യേശുവിനെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ വിട്ടിരുന്നു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞു, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നു ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ പറ്റി ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവപുത്രൻ എന്നുള്ളതിന്റെ സാക്ഷ്യം ആയിട്ട് പിതാവ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണിത്, അല്ലെ? പിതാവ് ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. യേശു എന്നുള്ള എന്താ പറഞ്ഞ യേശു തന്നെ ഒരു എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മള് ഇമെയിലൊക്കെ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ വളരെ പ്രധാനമുള്ള, വളരെയധികം എന്താ പറയുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? സീക്രട്ട് ആയിട്ട് വളരെയധികം എന്താ പറയാ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, ബാങ്കിൽ എത്ര എന്താ പറയുക പണമുണ്ട്, അങ്ങനെയുള്ള കാര്യം, നമ്മുടെ ഡീറ്റെയിൽസ്, അത് ഡേറ്റ ഉണ്ട്, എല്ലാം ഡേറ്റ ഉണ്ടോ, അല്ലെ? നമ്മുടെ ഇമെയിൽ അഡ്രസ്സും, നമ്മളിപ്പോ എന്താ പറയുക, നമ്മളുടെ സ്ഥലം, അങ്ങനെ സകലതും, അല്ലെ? ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്യുള്ളൂ, ഗൂഗിൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ബാങ്കുകൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, എല്ലാം ഡേറ്റയാണല്ലോ. അതെല്ലാം എൻക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട്, അല്ലെ? അതായത് വളരെയധികം സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഓരോ കമ്പനീസും ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ആർക്കും വേണ്ടി ഹാക്ക് ചെയ്യാം, ആർക്ക് വേണ്ടി വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ? എന്ന് പറഞ്ഞൊരു ദൈവം ഇവിടെ യേശു എന്നുള്ള ആ ശരീരത്തിനുള്ള ദൈവം താൻ തന്നെ മറഞ്ഞിരിക്കുമായിരുന്നു, അല്ലെ? ആ മറഞ്ഞിരുന്ന യേശുവിനെ പിതാവ് റിവീൽ ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് ആരിൽ വസിക്കുന്നു, അല്ലെ? റിമെയിൻ ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു. വെറുതെ വന്നിട്ട് പോകുമല്ല, ഇങ്ങനെ പറഞ്ഞു, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, അല്ലെ? ആരിൽ വന്ന് വസിക്കുന്നു, ആ വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ വ്യക്തിയാണ്, അദ്ദേഹമാണ് എന്താ പറയാ സ്നാനപ്പെടുത്താൻ വന്നിരിക്കുന്നത്. വെറുതെ സ്നാനപ്പെടുത്തുന്നതല്ല, ആത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്താൻ വന്നിരിക്കുന്ന വ്യക്തി. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് ആരിൽ ഇരിക്കുന്നു, ആരിൽ വസിക്കുന്നു, അവരെ ആണ് ഇവിടെ യേശുവിനെ പറ്റി ജോൺ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് റിവീൽ ചെയ്യുന്നത്, അല്ലെ? ജോൺ അറിയത്തില്ലായിരുന്നു തന്റെ കസിനായിട്ടുള്ള യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. എന്റെ കസിനായിട്ട് എന്റെ വീട്ടിന്റെ അതിലെ കൂടെ നടന്നു, അത്രേ കാര്യം ജോണിന് അറിയത്തുള്ളൂ. പക്ഷെ ദൈവം കണ്ണു തുറന്നപ്പോ, ജോണിന്റെ കണ്ണു തുറന്നു. ദൈവം പിതാവായ ദൈവം ജോണിനോട് പറഞ്ഞു, അല്ലെ? അല്ലെങ്കിൽ പിതാവായ ദൈവം തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്, അല്ലെ? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ ജോൺ എന്താ പറയാ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4:24 വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവ് സ്പിരിറ്റ് ആണ് പറഞ്ഞത്, ക്യാപിറ്റൽ എസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ്, അല്ലെ? സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ സ്പിരിറ്റ് തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെ റിവീൽ ചെയ്യുക, അല്ലെ? ഞാൻ വന്നിരിക്കാൻ പോകുന്ന വ്യക്തി, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നിരിക്കുന്ന വ്യക്തി, ഒരു പ്രാവിനെ പോലെ വന്നിരിക്കുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു മെസ്സയ, അതായത് ദൈവം, അല്ലെ? എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അത് റിവീൽ ചെയ്ത് കൊടുത്തത് എന്താ പിതാവാണ്, കണ്ണ് തുറന്നു, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നിരിക്കുന്ന വ്യക്തിയാണ് ദൈവപുത്രൻ എന്നുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം പറയട്ടെ, സേറ്റനെ കണ്ട് ദൈവം തുറന്നില്ല. അതുകൊണ്ട് സേറ്റന് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നു. സേറ്റന് അകപ്പെടെ അറിയാവുന്ന ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റി മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ? ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചെറുപ്പത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു, അല്ലെ? അപ്പൊ ആ വ്യക്തിക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ മൂവ് അറിയാൻ പറ്റും, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ചലനം, ഹോളി സ്പിരിറ്റ് ഗോഡ് ചെയ്യുന്ന കാര്യത്തെ പറ്റി അറിയാൻ പറ്റും. അദ്ദേഹത്തിന് കണ്ണു തുറന്നാണ്, പിതാവ് കണ്ണു തുറന്നു, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന കാര്യം അറിയാം, തനിക്ക് തന്റെ കണ്ണുകൊണ്ട് കാണാൻ അറിയാൻ പറ്റും, അല്ലെ? തനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, മിറക്കിൾ കാണേണ്ട, ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നതിന്റെ കാണേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? പക്ഷെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. അവനൊരു അത്ഭുതം കാരണം കണ്ടാലേ അവന് മനസ്സിലാകത്തുള്ളൂ, അല്ലെ? നീ കല്ലിനെ അപ്പമാക്കി മാറ്റാം, അപ്പൊ ഞാൻ, അല്ലെ, മാറ്റാൻ അവൻ യേശുക്രിസ്തുവിനോട് പറയുമ്പോ ഉദ്ദേശം രണ്ടാവും. ഒന്ന്, യേശുവിനെ അവന്റെ വഴി കൂടെ കൊണ്ടുവരാൻ, രണ്ടാമത്തത് യേശു തന്നെ ദൈവം തന്നെയാണെന്നൊന്ന് മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ
അവന് ആ ഐഡിയ എവിടെ നിന്ന് കിട്ടിയത്? കല്ലിനെ അപ്പമാക്കി മാറ്റാനുള്ള ഒരു ഐഡിയ അവന് എവിടെ നിന്ന് കിട്ടിയത്? അല്ലെ? അവന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യമൊന്നുമില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകും 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എബ്രഹാമിന്റെ സന്തതിയാന്ന് പറഞ്ഞ് നിഗളിക്കാൻ പോകരുത്. എബ്രഹാമിന് കല്ലിൽ നിന്നും മക്കളെ ഉണ്ടാക്കാൻ വരെ ദൈവത്തിന് സാധിക്കും. അല്ലെ? ജോൺ സംസാരിക്കുന്ന പിശാച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോൾ അതുകൊണ്ട് അവൻ മക്കളെ ജനിപ്പിക്കുന്ന കാര്യത്തെ പറ്റിയല്ല പിശാച് ഉപയോഗിക്കാൻ പോയത്, അതിനെപ്പറ്റിയല്ല പറയുന്നത്. ആ ഒരു എവിഡൻസ് അല്ല വേണ്ട. ഈ യേശുക്രിസ്തു വശന്നിരിക്കുന്ന സമയത്തല്ല, എന്താ പറയുക, ഫാസ്റ്റിംഗ് എല്ലാം എടുത്തിട്ടിരിക്കുന്ന സമയത്ത് തന്റെ വഴി കൂടെയും യേശുവിനെ കൊണ്ടുവരാം, പിന്നെ തനിക്കൊരു എവിഡൻസ് ആയിട്ട് കിട്ടുകയും ചെയ്തോളൂല്ലോ അല്ലെ? ദൈവം തന്നെയാണോ ഇതെന്നറിയാം, ദൈവത്തിന്റെ പുത്രൻ തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിശാചിന് അങ്ങനെ എവിഡൻസ് വേണം അല്ലെ? ഒരു മിറക്കിളൊക്കെ കാണണം. ചിലരും അങ്ങനെ തന്നെ, ചില ആൾക്കാർ എങ്ങനെയാ, ദൈവം എത്രമാത്രം, ഹോളി സ്പിരിറ്റ് ഗോഡ് എത്രമാത്രം ചലിക്കുന്നുണ്ടെങ്കിലും മൂവ് ചെയ്യുന്നുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആ ഒരു മൂവ് അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് ആവശ്യമുള്ളത് കണ്ടാൽ അവർ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നു. ഓ, അവിടെ ഒരു മിറക്കിൾ നടക്കുവാണ്, എന്റെ ജീവിതത്തിൽ എവിഡൻസ്, കൃത്യമായിട്ടൊരു എവിഡൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കത്തുള്ളൂ അല്ലെ? അല്ല, ഞാൻ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. തോമസ് അങ്ങനെയായിരുന്നു. കണ്ടു കഴിയുമ്പോൾ തൊട്ട് നോക്കിയാൽ മാത്രമേ തോമസ് വിശ്വസിക്കത്തുള്ളൂ. കാണാതെ വിശ്വസിക്കുന്നവനാ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. അല്ല, അപ്പൊ അത് കാണാതെ വിശ്വസിക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരിക്കുന്നവനായിരിക്കണം, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവനായിരിക്കണം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താ വെച്ചാല്, ഹോളി സ്പിരിറ്റ് ഗോഡാണ് എവിഡൻസ്. നമ്മളുടെ എവിഡൻസ് പറഞ്ഞ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് എവിഡൻസ് എന്ന് പറഞ്ഞ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. ദൈവം അല്ലെ? ദൈവം തന്നെയാണ് എവിഡൻസ്. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കും. റോമക്കത്തെ ലേഖനത്തെ 8-ാമത്തെ ചാപ്റ്റർ 14-ാമത്തെ വാക്ക് ദൈവം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാ ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് ഇങ്ങനെ, ഞാൻ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും നമ്മൾ നയിക്കപ്പെടുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണ്. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മുടെ എവിഡൻസ്, നമ്മുടെ റൈച്ചസ്നെസിന്റെ എവിഡൻസ് അല്ലെ? നമ്മളുടെ എന്താ പറയാ, നമ്മുടെ പാപം ദൈവം വാഷ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതിന്റെ എവിഡൻസ് എന്താ പറയാ, ഹോളി സ്പിരിറ്റ് ഗോഡാണ്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല ഏരിയയിലും ഉള്ള ആധിപത്യം ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെയായിരിക്കണം. ഇതേ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന യേശുക്രിസ്തു ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെ, തന്നെ കംപ്ലീറ്റ്ലി ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. അത് തന്നെയാണ് നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം കാണിക്കുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവം ഈ ബാപ്റ്റിസം കൊണ്ട് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം, പക്ഷെ ദൈവം വേറൊരു കാര്യം കൊണ്ട് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അല്ലെ? ഇത് തന്നെ ആയിരിക്കണം, ഇത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ബാപ്റ്റിസം അല്ലെ? നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മള് പാപികളാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നു അല്ലെ? ബാപ്റ്റിസം എടുത്തു കഴിയുമ്പോൾ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നു അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് നമ്മളെ അനോയിന്റ് ചെയ്യുന്നു. അതിനെപ്പറ്റിയാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലെ? ദൈവം ചെയ്യുമ്പോൾ അതിന് ഒരർത്ഥമല്ല ഉള്ളത്. ഡീപ്പറായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവം ചെയ്യുന്നു ഒന്നും വെറുതെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നതിന് വേണ്ടി ചെയ്തൊരു കാര്യമല്ല അല്ലെ? അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞത്, ദൈവം നോക്കുമ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തിയാണോ അല്ലെ? യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഇനി അടുത്ത ലെവലിലുള്ള ഐഡന്റിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി ജീവിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണോ? ആ വ്യക്തിയുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെ? ഈ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? അങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവത്തിന്റെ പുത്രന്മാര് അല്ലെ? ദൈവത്തിന്റെ പുത്രന്മാർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ സ്ഥാനമുള്ളൂ അല്ലെ? അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം അല്ലെ? ജോൺ വഴി ദൈവം വലിയൊരു കാര്യമാണ് നമുക്ക് റിവീൽ ചെയ്ത് തന്നിരിക്കുന്നത് അല്ലെ? നമ്മുടെ ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ റൈച്ചസ്നെസിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ റൈച്ചസ്നെസിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മള് നീതീകരിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മുമ്പില് അല്ലെ? ദൈവവുമായിട്ട് നമ്മള് നിരപ്പിലായവരാണ്, നീതീകരിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് അറിയാവുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അത് എങ്ങനെയുള്ള സാന്നിധ്യമാണ് എന്ന് നോക്കിക്കൊണ്ടാണ് അല്ലെ? അവന്റെ കയ്യിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള സാന്നിധ്യമാണോ, അതോ ഗോഡൊക്കെ വന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടു അതിനുശേഷം നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന ജീവിതമാണോ?
അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിനെ സൈലൻസ് ചെയ്തിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ, അതോ അവന്റെ കയ്യിലേക്കാണ് നമ്മുടെ ജീവിതം കൊടുത്തിരിക്കുന്നത്? കംപ്ലീറ്റ് ആധിപത്യം അവനാണ് ഉള്ളത്. അതാണ് ദൈവം നോക്കുന്നത്, പിതാവ് നോക്കുന്നത് അതാണ്, അല്ലെ? അങ്ങനെയല്ല നമ്മുടെ ജീവിതം എങ്കിൽ നമ്മള് കുഴപ്പമൊന്നുമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, ഞാന് അവിടെ ഇവിടെയൊക്കെ പാപമൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പാപമൊക്കെ ഉണ്ട്, പക്ഷെ അത് ദൈവത്തിന് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ മകൻ, പുത്രൻ എന്നുള്ള ഒരു എന്താ പറയുക ഐഡന്റിറ്റി നമുക്കുണ്ടാകണം എന്ന് നിർബന്ധമില്ല. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവത്തെ അറിയാമെന്ന് പറയുകയും അല്ലെ, പിന്നെ പാപത്തിലായിരിക്കുകയും ചെയ്യുന്ന വ്യക്തി, പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അത് ശരിയായിട്ടുള്ളൊരു ജീവിതമല്ലത്, അല്ലെ? നമ്മൾ കള്ളം പറയുന്ന വ്യക്തികളാണ്. ദൈവത്തെ അറിയുന്നവര്, ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചത്തിൽ കൂടെ തന്നെ നടക്കും. ഇരുട്ടുമായിട്ട് വെളിച്ചത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു ഒരു സമ്പർക്കവും ഇല്ല, അല്ലെ? വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഇരുട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വെളിച്ചം ഇല്ല നമ്മുടെ ഉള്ളിൽ എന്ന് തന്നെയാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകാതിരിക്കുക. നമ്മളുടെ എവിഡൻസ് എന്ന് പറഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ, പ്രൈസ് യു, വർഷിപ്പ് യു കർത്താവെ. ഞങ്ങൾക്ക് ഇന്ന് അങ്ങയുടെ വചനം പഠിക്കാൻ വേണ്ടി തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു മൈറ്റി കിങ് കർത്താവെ, താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടായിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, പാവത്തിലായിരിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തെ മഹത്വം.